എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനലിലുള്ള ഓരോ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത്. ഇതൊക്കെയും തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അത് ഈവൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും അതിനൊരു ഫലം ലഭിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം നിങ്ങൾ വിശ്വാസമില്ലാതെ ഒരു പരീക്ഷണം എന്നോളം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ജീവിതത്തിൽ നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടാകും. ചില ആഗ്രഹങ്ങൾ വളരെ ചെറുതായിരിക്കും, ചിലത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കാം. ചില ആളുകൾ ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. ചിലർ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമെന്ന ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ മനസ്സിൽ വിവാഹം നടക്കണമെന്ന ആഗ്രഹമുണ്ടാകും. മറ്റു ചിലർക്ക് കുടുംബത്തിൽ സമാധാനം വരണമെന്ന ആഗ്രഹമുണ്ടായേക്കാം. അങ്ങനെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഫലമാകുമോ? എൻ്റെ ഭാഗ്യം എപ്പോഴാണ് തുറക്കുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല സമയം വരുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു തൊടുകുറി വീഡിയോ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണുന്നത് 3 മനോഹരമായിട്ടുള്ള താമരപ്പൂക്കളാണ്. താമരപ്പൂവ് എന്ന് പറയുന്നത് സാധാരണ ഒരു പൂവല്ല. ഹിന്ദു വിശ്വാസ പ്രകാരം താമരപ്പൂവ് വളരെ പവിത്രമായിട്ടുള്ള ഒരു ചിഹ്നമാണ്. ശ്രീ മഹാലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധമുള്ള ഒരു പുഷ്പമാണ് താമര. സമ്പത്ത്, സൗഭാഗ്യം, സന്തോഷം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ദിവ്യ ചിഹ്നം തന്നെയാണ് താമരപ്പൂവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തൊടുകുറിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന താമരപ്പൂവ് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യവാതിൽ തുറക്കാൻ പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 താമരപ്പൂക്കളുണ്ട്. 1, 2, 3 എന്ന് നമ്പർ ഇട്ടുകൊണ്ട് 3 നിറത്തിലുള്ള താമരപ്പൂക്കൾ കാണിച്ചിരിക്കുന്നുണ്ട്. ഈ 3 താമരപ്പൂക്കളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തോട് വളരെ പ്രത്യേകമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ഒരു ശ്വാസം എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക. ആ ആഗ്രഹം അത് എന്തായാലും പ്രശ്നമില്ല. ജോലി ലഭിക്കണമെന്ന ആഗ്രഹമാകാം, സാമ്പത്തിക പുരോഗതി വേണമെന്ന ആഗ്രഹമാകാം, വിവാഹം നടക്കണമെന്ന ആഗ്രഹമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയായിരിക്കാം. ആ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താവുന്നതാണ്. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഈ 3 താമരപ്പൂവുകളിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആകർഷിക്കുന്ന ഒരു താമരപ്പൂവ് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിടുക്കത്തിൽ തിരഞ്ഞെടുക്കേണ്ടതില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ചിത്രത്തിലേക്ക് സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടും. അത് നിങ്ങളുടെ അന്തരാത്മയുടെ സൂചനയായിരിക്കാം. അതുകൊണ്ട് ശാന്തമായിട്ട് നോക്കുക. നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് അത് 1-ാം നമ്പർ താമരപ്പൂവാണോ, അല്ലെങ്കിൽ 2-ാം നമ്പർ താമരപ്പൂവാണോ, ഇനി അതുമല്ലെങ്കിൽ 3-ാം നമ്പർ താമരപ്പൂവാണോ? ഒരു പൂവ് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ താമരപ്പൂവിൻ്റെയും ഫലങ്ങൾ വിശദമായിട്ട് തന്നെ പറയാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന താമരപ്പൂവ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെയും ഭാഗ്യത്തെയും കുറിച്ചുള്ള ചില സൂചനകൾ നൽകും. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം ചിലപ്പോഴൊക്കെ ഒരു ചെറിയ സൂചന പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം നൽകാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അതേപോലെ തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ 1-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ താമരപ്പൂവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആത്മീയ ബന്ധമുണ്ടെന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. സാധാരണയായി ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ വളരെ സത്യസന്ധരായ ഹൃദയമുള്ള ആളുകളായിരിക്കും. നിങ്ങൾ ആരെയും വഞ്ചിക്കാനും ആരെയും നൊന്തു തീർക്കാനും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കാം. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം പോലും ത്യജിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല സമയങ്ങളിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ വൈകുന്നു, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കാറില്ല. എന്നാൽ ഈ താമരപ്പൂവ് ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വൈകിയതിന്റെ കാരണം ഭാഗ്യമില്ലാത്തതല്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് മാത്രമേ നടക്കേണ്ടതുള്ളൂ എന്നതാണ്. ചിലപ്പോഴൊക്കെ ദൈവം ചില കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് അത് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ലഭിക്കാനാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞ ആ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകാൻ സാധ്യതയുണ്ട്. ആ ആഗ്രഹം ഒരുപക്ഷെ ജോലി, അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി, വിവാഹം, അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷ വാർത്ത, ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഈ താമരപ്പൂവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വളരെ അടുത്തെത്തിയിരിക്കുകയാണ് എന്നതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ മനസ്സിലൊരു വിഷമം, ഇവയെല്ലാം നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ സമയത്ത് ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ഘട്ടം ആരംഭിക്കുകയാണ്. പഴയ കഷ്ടങ്ങൾ പതുക്കെ മാറി പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടുള്ള വലിയ മാറ്റമാകണമെന്നില്ല, പക്ഷെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ആരംഭിച്ച് നിങ്ങളുടെ ജീവിതം പതുക്കെ നല്ല ദിശയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ചിലപ്പോൾ അസൂയയുള്ള ആളുകൾ ഉണ്ടായേക്കാം. നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാതെ ചില കാര്യങ്ങൾ ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ താമരപ്പൂവ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും അസാധ്യമായ ഒന്നല്ല എന്നതാണ്. പക്ഷെ അതിന് ഒരു ചെറിയ സമയപരീക്ഷണം ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. ദൈവവിശ്വാസം നിലനിർത്തുക. കാരണം ചിലപ്പോൾ ഒരു ചെറിയ വിശ്വാസം പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. 1-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് തന്നെ ഒരു അപ്രതീക്ഷിത അവസരം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളെ തേടി വന്നേക്കാം. അത് വന്നു കഴിഞ്ഞാൽ ആ അവസരം തിരിച്ചറിയാനും ധൈര്യമായി സ്വീകരിക്കാനും ശ്രമിക്കുക. കാരണം ആ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകാം. എപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് ഗുരുവായൂരപ്പനെയാണ്. ഗുരുവായൂരപ്പന്റെ ഒരു കടാക്ഷം എപ്പോഴും നിങ്ങളുടെ മേലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ നിത്യവും 108 തവണ ജപിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ എത്രയും പെട്ടെന്ന് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം ഗുരുവായൂരപ്പന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഓരോ മന്ത്രജപവും ഭഗവാനോടുള്ള ഇഷ്ടവും കരുണയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി തീരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ താമരപ്പൂവാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ സാധാരണയായിട്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. ചില സമയങ്ങളിൽ സന്തോഷമുണ്ടാകാം, ചില സമയങ്ങളിൽ വലിയ വിഷമങ്ങളും ഉണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ വളരെ പരിശ്രമിച്ചിട്ടും ആ പരിശ്രമത്തിന് തൽക്ഷണം ഫലം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എൻ്റെ ഭാഗ്യം എപ്പോഴാണ് മാറുന്നത്, എനിക്ക് ഒരു നല്ല സമയം വരുമോ? എന്നാൽ ഈ താമരപ്പൂവ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണമായ സമയമായിരിക്കാം.
ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ചില അവസരങ്ങൾ അവസാന നിമിഷത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വേദനകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വൈകിപ്പോക്കിനും ഒരു കാരണമുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വൈകുന്നത് അത് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ലഭിക്കാനാണ്. 2-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക ആത്മീയ സംരക്ഷണം ഉണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ പ്രശ്നങ്ങൾ വന്നാലും അവ അവസാന നിമിഷത്തിൽ ഒരുവിധം മാറിപ്പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, ഇത്ര വലിയ പ്രശ്നം എങ്ങനെ ഇത്ര എളുപ്പം മാറി? അത് ചിലപ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ സൂചനയായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു താമരപ്പൂവ് പറയുന്നത് ആ ആഗ്രഹം നടക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അതൊരു പുതിയ അവസരമായിരിക്കാം, ചിലപ്പോൾ അതൊരു പുതിയ വ്യക്തിയെ കാണുന്നതായിരിക്കാം, ചിലപ്പോൾ അത് നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു മാറ്റമായിരിക്കാം. ആ മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുകയാണ്. 2-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് സാമ്പത്തികമായിട്ട് ചെറിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഒരു അധിക വരുമാനം ലഭിക്കുന്നതാകാം. ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ജോലിയിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു അധിക വരുമാനം വരും. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പുറമെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ഒരു പഴയ കുടിശ്ശിക അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പണം അത് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇവയിലെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ധനം നിങ്ങളെ തേടി വന്നേക്കാം. ഇത് വളരെ വലിയൊരു തുകയാകണമെന്നില്ല, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് തുടക്കം നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ചെറിയ മുന്നറിയിപ്പും കൂടെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിൽ ചിലർ നിങ്ങളുടെ പുരോഗതി കണ്ട് അസൂയപ്പെടുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ എല്ലാവരോടും പറയാതെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം നിലനിർത്തുക. കാരണം ഈ ഒരു താമരപ്പൂവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ വാതിൽ പതുക്കെ തുറക്കുകയാണ് എന്നതാണ്. അടുത്ത കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വന്നാൽ ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കാരണം ആ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാം. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് മഹാലക്ഷ്മി ദേവിയെയാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ആ ഒരു ധനം കയ്യിൽ വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതിനായിട്ട് നിത്യവും രാവിലെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും വന്നു ചേരുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മഹാലക്ഷ്മി അമ്മയുടെ കാൽക്കൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2-ാമത്തെ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാമത്തെ താമരപ്പൂവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ സാധാരണ ജീവിതം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ആളല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കണമെന്ന ഒരു ആഗ്രഹമുള്ളവരായിരിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നു എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ അതേസമയം വലിയ പരീക്ഷണങ്ങളും വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ ഒരു യാത്രയായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു നമ്പർ തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ശക്തമായിട്ടുള്ള മനസ്സുള്ള ആളുകളായിരിക്കും. പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കൽ തളർന്നാലും അവസാനം വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു താമരപ്പൂവ് പറയുന്നത് നിങ്ങളുടെ ആ ആഗ്രഹം നടക്കാൻ സാധ്യതയുള്ളതാണ് എന്നാണ്. പക്ഷെ അത് സാധാരണ രീതിയിൽ നടക്കില്ല എന്നതാണ് സത്യം.
അതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ പരീക്ഷണ സമയം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു വൈകിപ്പോക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ തടസ്സമായിരിക്കാം. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ഇനി നടക്കില്ല എന്നുള്ളത്. എന്നാൽ ഈ താമരപ്പൂവ് പറയുന്നത് ആ തടസ്സം സ്ഥിരമായ ഒന്നല്ല എന്നതാണ്. അത് ഒരു ചെറിയ ഘട്ടം മാത്രമാണ്. ആ ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം വരാൻ സാധ്യതയുണ്ട്. 3-ാം നമ്പർ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു പുതിയ വഴിയോ ഒരു പുതിയ അവസരമോ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചിലപ്പോൾ അത് ഒരു പുതിയ ജോലിയാകാം, ഒരു പുതിയ ബന്ധമാകാം, ഒരു പുതിയ സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ആശയമാകാം. ഇവയിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നത്. ഈ അവസരം വന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പേടിക്കരുത്, മറിച്ച് സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും വളരെ സെൻസിറ്റീവ് മനസ്സുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ എളുപ്പം ബാധിച്ചേക്കാം. ചിലർ പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്ക് പോലും നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലം തുടരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല. നിങ്ങളുടെ തീരുമാനങ്ങളും പരിശ്രമവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ഈ താമരപ്പൂവ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ് എന്നതാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങൾ പതുക്കെ വിട്ടുകളയുക. ആ ഒരു ഭയമാണ് പലപ്പോഴും നിങ്ങളെ തടയുന്നത് എന്ന് തിരിച്ചറിയുക. കാരണം പലപ്പോഴും നമ്മുടെ സ്വന്തം ഭയം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ കാണാതെ പോകാനുള്ള കാരണം. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് ഒരു വലിയ സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം രാവിലെ സൂര്യഭഗവാനോട് നന്ദി പറയുക എന്നതാണ്. പ്രതിദിനം രാവിലെ എഴുന്നേറ്റ ഉടൻ കിഴക്കോട്ട് നോക്കി 1 മിനിറ്റ് കണ്ണടച്ച് നിൽക്കുക. മനസ്സിൽ പറയുക, എനിക്ക് വേണ്ടതെല്ലാം ശരിയായ സമയത്ത് ലഭിക്കുന്നു എന്നുള്ളത്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയും വൈകിപ്പോകുന്ന കാര്യങ്ങൾ വേഗം ലഭിക്കാനും സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരാനായിട്ട്, നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാനായിട്ട് കമന്റ് ബോക്സിൽ ഞാൻ ഭയങ്ങളെ വിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ഭയം തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത ആളുകളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹം അത് നടക്കാൻ പോകുന്നതിൻ്റെ സൂചന, അല്ലെങ്കിൽ അത് നടക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ ഇവിടെ നിന്നും ലഭിക്കുന്ന സന്ദേശം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട്, അതിന് സാധിക്കാനായിട്ട് കമന്റ് ബോക്സിൽ എൻ്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.